ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നെഞ്ച് പിളർത്തും വിധമുള്ള ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള നടത്തിയത്. ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഡിഫൻസ് മിനിസ്ട്രി എന്ന് പറയുന്നത്. എന്നാൽ ആ ആസ്ഥാനമാണ് കഴിഞ്ഞ ദിവസം മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് വിധേയമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹക്കാരിയ എന്നറിയപ്പെടുന്ന ടെല്ലബീബിലുള്ള ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയായ ടെല്ലബീബിലെ ഹക്കാരിയ എന്നറിയപ്പെടുന്ന സ്ഥലത്തുള്ള ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്ട്രി, ഈ മിനിസ്ട്രിക്കുള്ളിലാണ് അവരുടെ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇസ്രായേലിലെ സൈനിക ജനറൽ സ്റ്റാഫുമാരുടെ ആസ്ഥാനമാണ്. അതുപോലെ തന്നെ വാർ കൺട്രോൾ റൂം ഇവിടെയാണുള്ളത്. ഇപ്പോൾ ഈ യുദ്ധമൊക്കെ ഗസയിലാണെങ്കിലും ലെബനാനിലുമൊക്കെയുള്ള യുദ്ധങ്ങൾ നിയന്ത്രിക്കുന്ന വാർ റൂം ഇരിക്കുന്നത്, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഇരിക്കുന്നത് ഈ പ്രധാനപ്പെട്ട സ്ഥലത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ എയർഫോഴ്സിന്റെ കൺട്രോൾ അതോറിറ്റി നിൽക്കുന്നതും ഈ ഭാഗത്താണ്. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ആസ്ഥാനം നിൽക്കുന്നത് ഹക്കീരിയ എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്താണ്. നമുക്ക് മാപ്പിൽ കാണാൻ സാധിക്കും. ടെല്ലബീബിലുള്ള ഹക്കീരിയ എന്നറിയപ്പെടുന്ന ഈ സ്ഥലം, ഇവിടെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ലെബനാനിൽ നിന്നും ഏകദേശം 120 കിലോമീറ്ററാണ് ഈ ഭാഗത്തേക്കുള്ളത്. ഇത് ടെല്ലബീബിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതേപോലെ രണ്ടാമതൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് ടെല്ലബീബിന്റെ നഹാരിയയുടെയും ഇടയിലുള്ള ഗിലിയോത്ത് എന്നറിയപ്പെടുന്ന മറ്റൊരു ഭാഗത്താണ്. ഈ രണ്ട് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അവിടെയാണ് ഇസ്രായേലിന്റെ മിനിസ്ട്രി ഇന്റലിജൻസ് യൂണിറ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത്, ഗിലോട്ടിലാണ്. അവിടെയും കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഈ ആക്രമണത്തിൽ പ്രധാനപ്പെട്ട ചില ബിൽഡിങ്ങുകൾ തകർന്നു എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് സൈനിക ആസ്ഥാനങ്ങളായതുകൊണ്ട് തന്നെ അത്തരം ഒരു വാർത്തയും ഒരു ചിത്രവും പുറത്തു വരികയില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇസ്രായേൽ അത് പുറത്തു വിടുകയില്ല. 2 തവണയായിട്ടാണ് ഈ ഹക്കീരിയ എന്നറിയപ്പെടുന്ന ഈ ഭാഗത്തെ ആക്രമിച്ചിരിക്കുന്നത്. ഈ ആക്രമണത്തിന് അവർ ആദ്യം ആക്രമിച്ചിരിക്കുന്നത് 3:30 വൈകുന്നേരം. ആ 3:30 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിനുശേഷം 6:15 രണ്ടാമത്തെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ രണ്ടാമത്തെ നടത്തിയ ആക്രമണങ്ങളിൽ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം അത് അത്രമാത്രം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഏകദേശം 500 കിലോഗ്രാം വെയിറ്റ് വരുന്ന വാർഹെഡുകളുള്ള മിസൈലുകളാണ്. കാഹിർ 2 എന്നറിയപ്പെടുന്ന മിസൈലാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഈ മിസൈൽ ഉപയോഗിച്ചാണ് രണ്ടാമത്തെ ആക്രമണം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ കാര്യമായ രൂപത്തിലുള്ള കേടുപാടുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഈ സ്ഥലം ആക്രമണത്തിന് വേണ്ടി ഹിസ്ബുള്ള തെരഞ്ഞെടുക്കാനുള്ള കാരണം ഇസ്രായേലിന്റെ വ്യോമസേനയുടെ ആക്രമണങ്ങളെല്ലാം, ബോംബിങ്ങുകളെല്ലാം, മിസൈൽ ആക്രമണങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഇവിടെയുള്ള വാർ കൺട്രോൾ യൂണിറ്റിൽ നിന്നാണ്. എയർഫോഴ്സിന്റെ കൺട്രോൾ യൂണിറ്റ് അതോറിറ്റി നിൽക്കുന്നത് ഇവിടെയാണ്. ഈ ഗസയിലും അതുപോലെ തന്നെ ലെബനാനിലും ഒക്കെയുള്ള യുദ്ധത്തിന്റെ കൺട്രോൾ നിലനിൽക്കുന്ന ഭാഗം ആ സ്ഥലത്തെയാണ് ആക്രമിച്ചിരിക്കുന്നത്. ഈ ആക്രമണത്തിലൂടെ അവിടെയുള്ള ഹെഡ്ക്വാർട്ടേഴ്സുകൾ തകർത്തു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് ഇസ്രായേലിന് ഉണ്ടാകുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയാണ് ഇപ്പോൾ ഹിസ്ബുള്ള ആക്രമണത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കരയുദ്ധത്തിൽ ലെബനാനിലെ ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്തുള്ള ലെബനാൻ അതിർത്തിയിലുള്ള കരയുദ്ധത്തിൽ 5 സൈനികരാണ് ഇസ്രായേലിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ജബാലിയ, അതായത് ഈ ഫലസ്തീനിലെ ഗസയുടെ വടക്ക് ഭാഗത്തുള്ള ജബാലിയയിൽ 5 പ്രധാനപ്പെട്ട ഇസ്രായേലിന്റെ സൈനികർ, ആ കൂട്ടത്തിൽ ഒരാൾ അവരുടെ ഒരു ബ്രിഗേഡ്സിന്റെ തലവനാണ് എന്നതുകൂടെ വളരെ പ്രസക്തമാണ്. ഇങ്ങനെ ധാരാളം സൈനിക നഷ്ടങ്ങൾ ഇസ്രായേലിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ധാരാളം ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വളരെ സെൻസിറ്റീവായ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഹിസ്ബുള്ളക്ക് സാധിക്കുന്നു എന്നത് ഇസ്രായേലിന് ഏറ്റവും വലിയ തലവേദനയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഡിഫൻസ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഹമാസിന്റെയും അതുപോലെ ഹിസ്ബുള്ളയെയും അവരുടെ ആയുധങ്ങൾ ഇല്ലാതാക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് നേടിയെടുക്കാനുള്ളത് എന്നാണ്. കാരണം അവരുടെ ആയുധങ്ങൾ ഇസ്രായേലിന് അത്രമാത്രം വലിയ ഭീഷണി തന്നെയാണ്. ഇതൊന്നും ഡിഫൻസ് സിസ്റ്റങ്ങൾ കൊണ്ട് ഇസ്രായേലിന് തടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറെ പ്രസക്തമായ കാര്യം. നമുക്കറിയാം, ഗസയിൽ യുദ്ധം നടക്കുന്ന ആദ്യഘട്ടങ്ങളിലൊക്കെ ഗസയിൽ നിന്ന് വരുന്ന ചെറിയ റോക്കറ്റുകൾ, ഇതെല്ലാം പരമ്പരാഗത റോക്കറ്റുകളാണ്. ഈ റോക്കറ്റുകളെയൊക്കെ അയൺ ഡോം തകർക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു ഇസ്രായേലിലേക്ക് ഒന്നും കിടക്കുകയില്ല,
ആർക്കും ആക്രമിക്കാൻ കഴിയില്ല, അത്രയും പ്രൊട്ടക്ഷനാണ്. പേര് പോലെ തന്നെ ആ ഡോമിനുള്ളിലേക്ക് ഒന്നും കടക്കയില്ല എന്ന് ധരിച്ചിരുന്നുവെങ്കിൽ അതെല്ലാം പരമ്പരാഗത മിസൈലുകളാണെങ്കിൽ ഇപ്പോൾ പുതിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയ ശക്തമായ മിസൈലുകൾക്ക് കടന്നു പോകുന്നതിന് അയൺ ഡോം ഒരു ഭീഷണിയേ അല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സ്ഥലമാണ് ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളിൽ ഏറ്റവും ഉന്നതമായ സംവിധാനം ഒരുക്കുന്ന സ്ഥലം ഇതാണ് എന്ന് നമുക്കറിയാം. കാരണം അതാണല്ലോ ഇസ്രയേലിൻ്റെ ഈ പ്രധാനപ്പെട്ട ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ള സ്ഥലവും അത് തന്നെയാണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ട മേഖലയും അവിടെ തന്നെയാണ്. പക്ഷെ ആ സ്ഥലങ്ങൾ പോലും സുരക്ഷിതമല്ല എന്ന് പറയുമ്പോൾ ഇനി ഏത് പ്രതിരോധ സംവിധാനങ്ങളാണ് ഇസ്രയേലിനെ സംരക്ഷിക്കാനുള്ളത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയർ ആക്രമിക്കപ്പെടുന്നത്. ഇതുപോലെ സുരക്ഷിതമായി ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകപ്പെടുന്ന ഭാഗങ്ങളിലാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടാകുന്നത് എന്നത് അമേരിക്കയും ഇസ്രയേലിനെയും അല്പമൊന്നുമല്ല അലോസരപ്പെടുത്തി കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പകരമായി അവർ ആളുകളെ ലെബനാനിലും അതുപോലെ ഗസയിലുമുള്ള ആളുകളെ പട്ടിണിയിലാക്കുന്നു, അവരെ കൊന്നുകളയുന്നു, സാധാരണക്കാരെ കുട്ടികളെയും സ്ത്രീകളെയും കൊന്നുകളയുന്നു. ഇത്തരത്തിലുള്ള ഒരു രീതിയാണ് ഇതിന് പകരമായി ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സാധാരണ അങ്ങാടിയിൽ തോറ്റതിന് അടുക്കളയിൽ പ്രശ്നമുണ്ടാക്കുക എന്നൊക്കെ പറയാറുണ്ട്. അതേ രീതിയിൽ സൈനികപരമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ പരാജയം സംഭവിക്കുമ്പോൾ ആളുകൾക്ക് മേലെ അതിൻ്റെ എല്ലാം പ്രഹരം ആളുകളുടെ മേലിൽ വെച്ച് കെട്ടുന്നു, അല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്നു. ഈ ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ കഴിഞ്ഞ ദിവസമുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് IVI എന്നറിയപ്പെടുന്ന ഇസ്രയേലിൻ്റെ വെപ്പൺസ് ഇൻഡസ്ട്രീസ് ആണ്. ഈ സ്ഥലത്ത് ശക്തമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇവിടെ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. IVI എന്ന് അടിച്ചാൽ തന്നെ ഇസ്രയേലി വെപ്പൺ ഇൻഡസ്ട്രീസ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഈ ഒരു കേന്ദ്രത്തിന് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇവിടെയും ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹിസ്ബുല്ല നടത്തിയിട്ടുള്ളത്. അതാണ് നമ്മൾ പറഞ്ഞത്, ഏറ്റവും ഇനി ഇതിലേറെ സെൻസിറ്റീവായ ഒരു കേന്ദ്രം ഹിസ്ബുല്ലക്ക് തെരഞ്ഞെടുക്കാനില്ല. അത്രയും ശക്തമായ രീതിയിലാണ് ഈ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ തന്നെയാണ് ഇവിടെ ഇസ്രയേലിനെ ലക്ഷ്യങ്ങളായി ഹിസ്ബുല്ല തെരഞ്ഞെടുത്തിട്ടുള്ളത്. എന്നാൽ ഇനി ഇറാൻ ഒരു തിരിച്ചടി നടത്തുകയാണെങ്കിൽ ഏതെല്ലാം പൊസിഷനായിരിക്കും ആക്രമണത്തിന് തെരഞ്ഞെടുക്കുക എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, സാധാരണഗതിയിലുള്ള ആയുധങ്ങൾ, ചെറിയ രീതിയിലുള്ള ആയുധങ്ങൾ 80 വർഷമായി നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രീസാണ് ഈ IWI എന്നറിയപ്പെടുന്നത്. ലെബനാനിലെ ഹിസ്ബുല്ലയുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം നമുക്കറിയാം, ഓരോ ദിവസവും ഹിസ്ബുല്ല ആക്രമണങ്ങളുടെ തോത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്ന രീതിയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ആദ്യമേ വലിയ പ്രധാനപ്പെട്ട സൈറ്റുകൾ ആക്രമിക്കുക എന്നതിലുപരി ഘട്ടം ഘട്ടമായി അതിൻ്റെ തോത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അത് പല തലങ്ങളിലേക്കും എത്തിയിരിക്കുകയാണ്. നാളെ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ നാളെ ഏത് ഭാഗമായിരിക്കും ആക്രമണത്തിന് തെരഞ്ഞെടുക്കുക എന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുണ്ട്. അത് 2 F-35 എന്നറിയപ്പെടുന്ന 2 യുദ്ധവിമാനങ്ങൾ നഹാരിയയിലുള്ള ബേസ് ആക്രമണത്തിൽ, ഹിസ്ബുല്ലയുടെ ഡ്രോൺ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് എന്ന വാർത്തയും കഴിഞ്ഞ ദിവസം ആവിയപ്രോ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. 2 F-35 യുദ്ധവിമാനങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ്. ഈ യുദ്ധവിമാനം 2 എണ്ണം ഡ്രോൺ ആക്രമണത്തിലൂടെ തകർക്കാൻ ഹിസ്ബുല്ലക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് ഓരോ ദിവസവും ഈ ആക്രമണങ്ങളുടെ തോത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്.